ഉറക്കരോഗം ബാധിക്കുക മാത്രമല്ല, ഈ ഉറക്കരോഗത്തിന് പലതരത്തിലുള്ള വശങ്ങളുണ്ട്. ചിലർ വല്ലാതെ തളർന്നു പോകുന്നു, ഉറങ്ങിപ്പോകുന്നു, ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഉണർന്നു വരുന്നു, മറവി, ഒരുപക്ഷെ അവരുടെ ഭൂതകാലം അവർ മറക്കുന്നു. മറ്റു ചിലരാകട്ടെ വല്ലാത്ത വിഭ്രമത്തിലേക്ക് പെട്ടുപോകാറുണ്ട്, ഒരുതരം ഹാലൂസിനേഷൻ. അവർ ഈ രോഗത്തിന് അടിപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്യുന്നത്. വല്ലാതെ ഉത്സുകരാകി മാറുന്നു. ബലാത്സംഗത്തിനും ഒരുപക്ഷെ കൊലപാതകത്തിലേക്കും വരെ പോകുന്ന തരം ഉത്സുകരായി മാറുന്ന അവസ്ഥയുമുണ്ട്. അങ്ങനെയാണ് ഇജാസ് ഒരു ബലാത്സംഗം കുറ്റത്തിന് ഇടയാക്കിയത്. അത് ഇജാസ് വെളിപ്പെടുത്തുന്നു. പക്ഷേ ഈ രോഗം എന്നത് യാഥാർത്ഥ്യമാണ്. 2013 മുതൽ 2015 വരെ അതവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കസാക്കിസ്ഥാനിലെ അധികാരികൾ, അവരുടെ ആരോഗ്യ പ്രവർത്തകരൊക്കെ വലിയ തോതിൽ ഇടപെട്ടുകൊണ്ട്, ശാസ്ത്രജ്ഞരൊക്കെ ധാരാളം പഠനം നടത്തി. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒന്ന്, അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് കൂടുന്നുണ്ട്. ഇതൊക്കെ ആകാം ഇതിന് കാരണം. പക്ഷേ അതുമാത്രമാണോ? ഇപ്പോഴും കൃത്യമായ ഒരു പരിഹാരം അല്ലെങ്കിൽ കൃത്യമായ ഒരു കാരണം കണ്ടെത്തിയിട്ടില്ല. അവിടെയാണ് ഇജാസ്. ഫിദയെ സംബന്ധിച്ചിടത്തോളം, ഫിദ തൻ്റെ ഭൂതകാലം, തൻ്റെ കഴിഞ്ഞ കാലങ്ങൾ, വളരെ പുരോഗമനപരമായ അച്ഛനമ്മമാരുടെ മകളായി വളർന്ന ഫിദ തികച്ചും യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിലേക്ക് എത്തുകയും തൻ്റെ സ്വാതന്ത്ര്യവും തൻ്റെ സ്വത്വവും തൻ്റെ നിലനിൽപ്പ് തന്നെയും ഭീഷണി നേരിടുന്ന ഒരവസ്ഥയിലെത്തുകയും ആ ഒരു ഘട്ടത്തിൽ ഏറ്റവും സമർത്ഥനായ, ബുദ്ധിമാനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും, പക്ഷേ അദ്ദേഹത്തെ നഷ്ടപ്പെടുന്നു. ഈ ഉറക്ക രോഗം ബാധിച്ച ഗ്രാമത്തിൽ ഫിദയ്ക്ക് നഷ്ടപ്പെടുകയാണ്. ഈ പുസ്തകം തീർച്ചയായും മറ്റൊരർത്ഥത്തിൽ വായിക്കപ്പെടുമ്പോൾ സാഹിത്യം എന്ന രീതിയിൽ ഇതിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇതിൻ്റെ സ്ത്രീപക്ഷം, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട നിരവധിയായ കാര്യങ്ങൾ ബാക്കിയാണ്. മറ്റൊന്ന്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉറക്കം എന്ന രൂപകം ഒരുപക്ഷെ മലയാളത്തിൽ ഏറെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. നമുക്കറിയാം, ഇന്ത്യൻ ദർശനങ്ങളിൽ യോഗനിദ്രയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നിദ്രയെക്കുറിച്ച് പറയാറുണ്ട്. നിദ്ര എന്നത് ഒരർത്ഥത്തിൽ മരണമാണ് എന്നർത്ഥത്തിൽ പറയാറുണ്ട്. എല്ലാം മറന്നുള്ള, എല്ലാം നിശബ്ദമാകുന്ന, നിശ്ചലമാകുന്ന ഒരവസ്ഥയായി നിദ്രയെ കാണാറുണ്ട്. പക്ഷേ മലയാള സാഹിത്യത്തിൽ വേണ്ടത്ര തരത്തിൽ നിദ്ര കടന്നു വന്നിട്ടുണ്ടോ, ഉറക്കം എന്ന രൂപകം കടന്നു വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്, ഒരു ജാപ്പനീസ് കഥ. ആ ജാപ്പനീസ് കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉറക്കം എന്ന രൂപകത്തെക്കുറിച്ച് പറയുന്നത്. ഉരാഷിമ തരോ എന്ന ജാപ്പനീസ് കഥയാണ് മീര ഈ പുസ്തകത്തിൽ പലപ്പോഴും പരാമർശിക്കുന്നത്. ഇജാസ് ഫിദയോട് പറഞ്ഞൊരു കഥയാണിത്, ഒരു ജാപ്പനീസ് പഴങ്കഥ. ഉരാഷിമ തരോ ഒരിക്കൽ കടൽക്കരയിൽ നിൽക്കുന്നു, ഒരു കുഞ്ഞു കടലാമയെ രക്ഷിക്കുന്നു. അങ്ങനെ ആ കടലാമയെ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമായി ഉരാഷിമ തരോയെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ രാജ്ഞി അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഉരാഷിമ തരോ പുറത്തേക്ക് വരുന്നു, ഭൂമിയിലേക്ക് വരുന്നു. ഉരാഷിമ തരോ വരുമ്പോൾ അവിടെ ആ രാജ്യം, ആ നാട് കണ്ടിട്ട് ഉരാഷിമ തരോയ്ക്ക് മനസ്സിലാവുന്നില്ല. കാരണം മുഴുവൻ മാറിപ്പോയിരിക്കുന്നു. പുതിയ വാഹനങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, പുതിയ റോഡുകൾ. എന്താണ് സംഭവിച്ചത്? അവസാനം ഉരാഷിമ തരോ തേടി നടന്ന് അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വളരെ വൃദ്ധനായ ഒരാൾ പറയുന്നു, 300 വർഷം മുമ്പ് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു യുവാവായിരുന്നു. അദ്ദേഹം കടലിൽ കാണാതെ പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഉരാഷിമ തരോ തിരിച്ചു വന്നത് 300 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ആ രാജ്ഞി കൊടുത്ത ഒരു വരം
ഉണ്ട്, അത് വാർദ്ധക്യം ഉണ്ടാകാതിരിക്കുക എന്നതായിരുന്നു. അപ്പോൾ രാജ്ഞി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാനൊരു പേടകം തരാം, ആ പേടകം ഒരിക്കലും തുറക്കരുത്. പക്ഷെ ഉരാഷിമോ തരോ ആകെ ആശയക്കുഴപ്പത്തിലാവുകയും ആ പേടകം തുറക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒരു പടുവൃദ്ധനായി ഉരാഷിമോ തരോ മാറി എന്നാണ് കഥ. ഇത് ഉറക്കത്തെക്കുറിച്ചുള്ള, ആ ഉറക്കം എന്ന രൂപകത്തെക്കുറിച്ചുള്ള ഒരു മനോഹര സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ രൂപകമായി തന്നെയാണ് മീര ഉറക്കത്തെ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഉറക്കം എന്നത് നമ്മൾ പൂർണ്ണമായും മറന്നു പോകുന്ന ഒന്ന്. നിങ്ങൾ ജാഗ്രത ആയിരിക്കൂ, ഉറക്കമല്ല വേണ്ടത്, നിങ്ങൾ ഉണർന്നിരിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന ഒന്ന്. മീര ആവശ്യപ്പെടുന്നതും അതാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലായ്മയിലേക്ക്, നിശ്ചലതയിലേക്ക് പോകുന്ന ഉറക്കം എന്ന രൂപകം. ഇത് മാത്രമല്ല, ലോക സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ കുറവാണെങ്കിലും ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധിയായ കഥകൾ, ആ കഥകളെക്കുറിച്ചൊക്കെ ഈ ഉറക്കം എന്ന രൂപകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുള്ള സ്ലീപ്പിംഗ് ബ്യൂട്ടി പോലെയുള്ള കഥകൾ. ഇജാസിനെ സംബന്ധിച്ചിടത്തോളം ഇജാസിൻ്റെ വാക്കുകളിലൂടെ ഇതും ഇത്തരം കഥകളും മീര വിശകലനം ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്രീയ ശരികൾ ഇല്ലാത്ത കഥകളായി ഇതിനെയൊക്കെ കാണുന്നുണ്ട്. ഉറങ്ങുന്ന സുന്ദരി പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇത്തരം ഫെയറി ടെയിൽ പോലും, അതിൻ്റെ അകത്തുപോലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നും ആ കഥയ്ക്ക് പിന്നിൽ പോലും കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നും മീര സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഉറക്കം എന്ന രൂപകം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യൻ്റെ സങ്കീർണമായ മാനസികാവസ്ഥകളെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളുടെ വളരെ വിചിത്രമായ ചില യാത്രകളെക്കുറിച്ച് ഒക്കെ മീര കലാച്ചിയിൽ വിശദീകരിക്കുന്നു. തീർച്ചയായും ആരാച്ചാർ പോലെ, ഘാതകൻ പോലെ കലാച്ചിയും ധാരാളം വായിക്കപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇതിൻ്റെ വിവിധ വശങ്ങൾ പഠനവിധേയമാക്കേണ്ടതുമാണ്. ഏറ്റവും ആസ്വദിച്ച് വായിക്കാൻ കഴിയുന്ന ഈ പുസ്തകം മലയാള വായനക്കാർക്കായി സമർപ്പിക്കുകയാണ്.